ഏ ജിരി വന്നോ? ഞാൻ എത്ര നേരായി നാടി ഓളെ കാത്തിക്കാൻ തോന്നിയിട്ട്. നാളെ നേരത്തണിച്ച് ചിത്തുവിന്റെ ഡേമലൈഫ് വെക്കണം പറഞ്ഞു പോയി കിടന്നതാ. ഞാൻ എന്നിട്ട് രാവിലെ നേരത്തണിച്ച് ഓളെ കാത്തുനിന്ന്. എന്നിട്ട് ഓള് 12 മണിയായപ്പോ എണീച്ച് വന്നിക്കണേ. അങ്ങനെ പോലെ ഇക്കണ്ട. നമ്മളെ സമയത്തിനൊന്നും നോക്കോട് വിലയില്ലേ. എന്തേതാത് മനുഷ്യന്റെ ഒക്കവും പോയി. ഇതഞ്ഞും പോയില്ലേ. നീ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് മൂടില്ല. ഇനി പോച്ചോ. എന്നോടാടാ നേരെ വയ്യ നീച്ചാൻ മഞ്ഞ് കുറച്ചും കൂടെ തിരിഞ്ഞു കിടക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ പൊയ്ക്കോളായിരിക്കും. എന്തൊരു കഷ്ടം നോക്കണേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാടിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന അപ്പം ഇങ്ങോട്ട് ഇടും, പിന്നെ ഇങ്ങോട്ട് ഇടുമ്പോൾ അപ്പം അങ്ങോട്ട് ഇടും. എന്തൊരു കഷ്ടമാണോ. പക്ഷെ ഓളിന് എത്തുങ്ങാനിങ്ങനെ കുത്തിപ്പിച്ചാന്. പക്ഷെ ഞാൻ നോക്കൊന്നുമില്ല. അങ്ങനെ പോളേക്കണ്ട എന്തേതാ. പക്ഷെ പിന്നെ ഓളിന്റെ ഷോപ്പിട്ടെങ്ങാൻ തിന്നി ഞാൻ ഇടവകൂലാനും പിന്നെ കുറെ ഫാൻസ് എന്നെ കാത്തിങ്ങനുണ്ട് ഒക്കെ വിഷമാവെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചതാണ്. ഞാനൊന്ന് സമ്മതിച്ചിട്ടല്ലോ അപ്പോഴേക്കും അത്ത പണി തരാൻ തുടങ്ങി. അവള് കൈമേലെ വിച്ച് എണീച്ച് നിൽക്കണം പോലെ. ഞാനൊരു ചെറുതല്ല, അതിൻ്റെ ഒരു ബോധമൊക്കെ വേണ്ടേ. ഞാനെങ്ങനെ ഇതൊക്കെ വിച്ച് എണീച്ച് നിൽക്കുക. ഞാൻ കുറച്ച് ക്ഷമിച്ചൊക്കെ നോക്കി. പക്ഷെ എന്റെ ഓളെ കയ്യിലെത്തി കല്ല പോണേ. എങ്ങനായിട്ട് അമ്മലും കൊണ്ട് മുക്കി വിച്ചാനാവണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കടിച്ചു പിടിച്ച് കാണിട്ട് എണീച്ച് നോക്കിയാലോ. അതാണെങ്കിൽ ഓള് സമ്മതിക്കുന്നുമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ വച്ചോനെ. പിന്നെ കിട്ടും വേണ്ട വർത്താനം വയ്യാനോ വന്നില്ല. എന്റെ ഒരു കഷ്ടാണോക്കെ എല്ലാം. ഇനിയിപ്പോ എങ്ങനെയൊക്കെ എടുത്തൊന്ന് മാറി കിട്ട പറ്റോനെ. ഓളെങ്ങനോ എണീച്ച് നിർത്തിപ്പിച്ചിക്ക് എനിക്ക് സ്വന്തം കാവായിട്ട് എണീച്ച് വന്ന് വല്ല ചെയ്യില്ല. അപ്പഴേക്കിനും ഉണ്ട് മമ്മ വന്നിരിക്കുന്നു കുളിച്ചാണ് ക്ഷമയായെന്ന് പറഞ്ഞു. ഈ മമ്മ എല്ലാവരുടെയും മുമ്പ് എന്റെ കുപ്പായൊക്കെ ഓടുന്നു. അയ്യേ ഈ മമ്മ മുണ്ടൊക്കെ വെച്ചിട്ടാ ഓടുന്നത്. ഇപ്പൊ സമാധാനമായി നിങ്ങളൊക്കെ നോക്കാൻ. ഇപ്പൊ ഇങ്ങനെയുണ്ട് എല്ലാവരും ക്ഷമ പോയില്ല. ആരും കണ്ടില്ലല്ലോ. കുയി എല്ലാ മക്കളുകളും കുളിച്ചുമ്പോ നല്ല നൊലോച്ചലില്ലേ. പക്ഷെ ഞാൻ ആലോചിച്ചല്ലേലോ. ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം മഴക്കാലം കൊണ്ട് കുറച്ച് നല്ലോണം തണുപ്പുണ്ടാവും. അതിന് മമ്മ കുറച്ച് ചൂടുവെള്ളമൊക്കെ തരും. അപ്പം നല്ല സുഖത്തിൽ കുളിച്ചാലോ. ഇനി ഞാൻ കുളിച്ച് സുന്ദരായി വരും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ നല്ല മോളായി. ഇനി നമുക്ക് ഡ്രസ്സ് ഇടണ്ടേ. ഇഷ്ടമല്ലാതെ ഡ്രസ്സ് ഇട്ട് തന്നിട്ട് എന്നോട് പറയാ ചിരിച്ചിന്ന്. എന്തേത് ചെയ്യാം. എന്താ അമ്മേന്റെ നൊലോച്ച് കൊഞ്ഞല്ലേ ശേഷം വെള്ളം കുച്ച പറഞ്ഞിട്ട് ഒരു വലിയ കുപ്പിയെ തന്നിക്കണ്. ഇതൊക്കെ ഞാനെങ്ങനെ തൊടിക്കാൻ. ഞാൻ നിങ്ങൾക്ക് എന്റെ മമ്മേന്റെ ഒരു പൊട്ടപ്പണി കാണിച്ചിട്ട് കേട്ടോ. കുറേ പൗതുണ്ട് ഒരു ആദ്യം. എന്നിട്ട് എല്ലാം ചുമത് നടിച്ചും കൊണ്ട് വാടി പൂശി കാണിട്ട് പെയിന്റ് അച്ചോനാക്കി വെക്കൂട്ടോ. എനിക്ക് ഞാൻ കിട്ടുമെന്ന് അക്കി വെക്കും. പക്ഷേ കിട്ടൂല. ഞാൻ മമ്മന്റെ മന്ദത്തരങ്ങൾ കാണാൻ പോകുന്നത്. ഇടേന്നിടെ മമ്മ എനിക്ക് തേച്ചന്ന് എല്ലാ പൗതുകളും മമ്മയോട് നഞ്ഞ മുന്തെത്തു ഒന്നായിട്ട് അടുത്ത് വെച്ചു. പിന്നെ എന്തിനെ കുന്താന്നൊക്കെ കഷ്ടപ്പെട്ട് തേച്ചന്നേച്ച് മനസ്സിലാവില്ല. മനുഷ്യനെ ഷുയിപ്പാക്കാനൊരു ആചാരങ്ങളെ. നമുക്ക് മയ്യന്റെ ഷുയിപ്പാക്കൽ ചരിഞ്ഞിലേക്ക് പോകാം. മമ്മ എന്നെ ഷുയിപ്പാക്കി ഒന്നും പോരായിട്ട് ഞാൻ അതിന് പോകുമ്പോൾ മടിയൊക്കെ കൂടി ആക്കണം പോലെ. എന്തൊക്കെ വെക്കുന്നുണ്ട് പേടിയാണ്. എന്റെ വേനാക്കോന്ന് മുടിയൊക്കെ വന്ന് എന്തോട് ശാനം തലയിൽ വെക്കാൻ കൊണ്ടുവന്നുണ്ട്. ഇത് മമ്മ വെക്കുന്നേറ്റല്ലേലോ. ഇതെന്തായി തയ്ക്കൽ വച്ചോനെ. ഞാനൊന്ന് ഊടാൻ ശ്രമിച്ചോക്കാണ്. ഇത് മമ്മ വെക്കുന്നേറ്റല്ലോ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഊടാൻ പറ്റുന്നുണ്ട്. ഇതെന്റെ മമ്മന്റെ വള എങ്ങാനാണോ. കുറച്ച് വലിയ വള പോലെ ഉണ്ടല്ലോ. ഇത് വളയും മാലയും തലയിലൊക്കെ വെക്കാൻ പറ്റും. എന്തോട് സ്പെഷ്യൽ ഷാനാന്ന് തോന്നുന്നുണ്ട്. ഇതിത്തെ പെട്ടെന്ന് പോയി കാണില്ലല്ലോ. മടിയ പിന്നെ വന്ന് ഓള് കാണുമ്പോൾ എനിക്ക് ബേജാടാ. അത് പിന്നെ എത്തി വെച്ച് പിന്നോട് സമാധാനം എന്താ ചെന്നുകൂടി ശയിച്ചാൽ മതി. നാളെ അവളെ സ്കൂളിൽ ഓർക്കും. എനിക്ക് ഒടുങ്ങാനുള്ള ക്ഷമയിട്ട് മമ്മനെ കാണില്ലല്ലോ. മമ്മ ഇതേത് പോയി കക്ക അയക്കല്ലോ അച്ഛനെ. ഒരു വിവേടമില്ല. ഞാനൊന്ന് പോയി നോക്കി നോക്കുമ്പോ മമ്മച്ച് വേണ്ടി ഫുഡ് ഉണ്ടാക്കുക. ആന ഒക്കപ്പിച്ചിൽ നിൽക്കുമ്പോൾ ഫുഡ് തന്നാൽ ഞാൻ തിന്നെ. അല്ലെങ്കിലേ ഇപ്പൊ തിന്നാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോ ഫുഡ് തിന്നാൻ രക്ഷപ്പെടാൻ എന്താ വെച്ചാലോ ചെയ്യേണ്ടത്. ഇമ്മച്ച ഫുഡ് തിന്നാ നമുക്ക് സിമ്പിളായിട്ട് രക്ഷപ്പെടാം. മമ്മ ആണെങ്കിൽ നമ്മൾ കുടുങ്ങി. എല്ലാം കുറച്ച് ഐഡിയകൾ കാണാം. ഇമ്മച്ച് ഫുഡ് കുത്തിച്ചിട്ട് തരൂല. അമ്മച്ചിക്ക് മടിയാണ് കുറച്ച്. അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞും മടിഞ്ഞും ഒക്കെ കളിച്ചു ഒന്ന് നൊലോളിച്ചാൽ എമ്മച്ചി പറയും ഓക്ക് ഇപ്പൊ വേണ്ടാ തോന്നുന്നു. ഇല്ല നമ്മ കുറച്ച് കഴിഞ്ഞിട്ട് കോഴിക്കോളം ഒങ്ങിച്ചോട്ടേ പറയും. അപ്പൊ ഞാൻ നോക്കാഞ്ചും പോലൊക്കെ അങ്ങോട്ട് അഭിനയിക്കും. ഞാൻ എന്നെ കൊണ്ടാകുമ്പോഴൊക്കെ ക്ഷമിക്കും. ഉമ്മച്ചിമ്മച്ചിനെ കൊണ്ടാകുമ്പോഴൊക്കെ ക്ഷമിക്കും. ഇതൊക്കെ എൻ്റെ ഒരു നമ്പടാ. കണ്ടോ എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ലോണം കുറച്ച് ഓടിങ്ങാം. ഒന്ന് സുഖം പിടിച്ച് വരുമ്പോഴേക്കും മരം എന്നെ അങ്ങോട്ട് ചാടും. അപ്പൊ എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ ഗുഡ് മോർണിംഗ്. ഇനി ഞാൻ പഠിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. കണ്ടോക്കി നല്ല ഷൈലിൽ എടുക്കാൻ അറിയാം. പിന്നെ നമസ്കാരം വരെ എനിക്ക് പണ്ടേ അറിയാം. ഇനി ബാക്കി കുറച്ച് റിസ്ക് ഉള്ളതാണ് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ റൗണ്ട് മമ്മ തോന്നിയ മക്കളെ ഞാൻ കുടുങ്ങി. ഈ വൈക്കുന്ന ആരും വരുന്നില്ല എന്നൊന്ന് രക്ഷിക്കാൻ. ആടാടെ ആടുമൊന്നും വരുന്നില്ലല്ലോ. ഉമ്മച്ചാണോ വയ്യാണോ പച്ചോണെ ആരെങ്കിലും ഒന്ന് വന്നില്ലെങ്കിൽ രക്ഷപ്പെടായില്ലല്ലോ. ആടുന്നൊക്കെ വന്നില്ല. ഒരു ആവശ്യമില്ലാതെ നേരത്തെ മടി എങ്ങനെ എത്തുണ്ടായിരിക്കും വലിച്ചും കാണിച്ച്. ഞാൻ തുപ്പിയിട്ടൊന്നും കാണില്ല. എല്ലാം അമ്മന്റെ വായിക്ക് തന്നെ ഇട്ടിട്ട് എന്തൊരു കഷ്ട പച്ചോണെ. എന്താ ചെയ്യനിപ്പോ. നൊലോച്ചൊക്കെ അമ്മ നിത്തായിക്ക് വിചാരിച്ചു. നൊലോച്ചാൻ വേണ്ടി തൊള്ളെടുക്കുമ്പോൾ അമ്മ തൊള്ളയെ കുത്തി കയറ്റി. അപ്പൊ ഞാൻ അങ്ങനെ നൊലോച്ചാണ്ട് ഇങ്ങനെ നോക്കി. അപ്പൊക്ക് മനസ്സിലായി നൊലോച്ചാലും ഇല്ലെങ്കിലൊക്കെ അമ്മച്ചി തരൂന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ തിന്ന് പിന്നെ ഞാൻ ആടോ വരുന്നുണ്ടോ നോക്കി. ഇവിടെ നെൽക്കും കഴിച്ചിട്ടാവില്ല മനസ്സിലായപ്പോ ഞാൻ പിന്നെ കുറച്ചങ്ങ് തിന്ന് ഉണ്ടാക്കാനല്ലാണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഇച്ച് ഫുഡ് അല്ലാത്ത എല്ലാം തിന്നാൻ ഇഷ്ടമാണ്. കയ്യ് പിന്നെ പൊതുപ്പ് പിന്നെ ടവല് അങ്ങനത്തെ എല്ലാം ഇഷ്ടം. പക്ഷെ എനിക്ക് ഫുഡ് മാത്രം ഇപ്പം ഇഷ്ടമല്ല. പിന്നെ അമ്മ എന്തായിട്ട് തിന്നാണ്ട് വിടൂലാന്ന്. അതിന് ഞാൻ ഉടുമ്പ് ഇങ്ങനെ പോകുന്നതൊക്കെ നോക്കി പൂച്ചനൊക്കെ നോക്കിയൊക്കെ കുറച്ച് തിന്നു. ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ വൈകുന്നേരം കുറച്ച് ഇങ്ങനെ ഒറ്റ കഴിച്ചു. ഇനി അമ്മക്ക് ഒന്ന് റെഡി ആവാണ്ട്. ഇന്ന് അമ്മ പുതിയൊരു സാധനം തലയിൽ വെച്ചിക്കണ്. ഈ സാധനത്തിന് ഇത് എന്തോട് കാണാൻ മനുഷ്യന് നേരെ കുത്തിച്ചാൽ നിലത്തില്ല. അതോ പോണ
അച്ഛനെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ഒഴിവാക്കാന്ന് വിചാരിച്ചാലാണെങ്കിൽ എന്തോട് കഷ്ടപ്പാടാണേ. പക്ഷെ പഠിയാനുള്ള എന്താ വെച്ചാൽ കുഞ്ഞുമക്കൾ തലയിറ്റാ എത്താ പൊങ്ങാത്ത ശാനം വെക്കുന്ന എല്ലാം അമ്മമാടി ഉടുമ്പ് വെച്ചിട്ട് ഇത് തലയിൽ വെച്ചിട്ട് മനുഷ്യനാണെങ്കിൽ വെളിച്ചം കാണില്ല എന്ന് തല പൊങ്കി ചോദിച്ചാൽ ഇച്ചിരിയെങ്കിലും ഒരു വെളിച്ചം കാണും. ഞാനൊന്ന് ചിരിച്ച് മയക്കിയപ്പോൾ ദീദിക്ക് അത് ഊരി തന്ന്. പിന്നെ ഞങ്ങളെ പപ്പൻ്റെ വീട്ടിൽ പോവുക. അതിനോട് എനിക്ക് വിഷമമായിട്ടൊരു സങ്കടമൊക്കെ വരിക. അതാണ് ഓരോ ചിഹ്നം. ഇനി പൈസക്കും മടിയൊക്കെ സ്കൂളൊക്കെ തുറക്കല്ല അതിനോണ്ടാണ്. പക്ഷേങ്കിൽ ദീദിനെ കൂട്ടാനൊക്കെ വരുമെന്ന് പറഞ്ഞു. അതിനോട് ഞാൻ ഇനി വരുന്നുണ്ടേ. അപ്പോൾ എല്ലാവരോടും ബായ്.